നമസ്കാരം. ഇന്ന് കേരള ചരിത്രത്തിൽ സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പൗരസമത്വവാദ പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയൊക്കെ നോക്കാം. വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30, 1925 നവംബർ 23. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ്ണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് സമരം നടന്നത്. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായാംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കൾ ക്ഷേത്രവഴിയിൽ സഞ്ചരിച്ച് സമരം ആരംഭിച്ചു. പ്രധാന നേതാക്കൾ ടി. കെ. മാധവൻ, കെ. കേളപ്പൻ, സി. വി. കുഞ്ഞിരാമൻ, കെ. പി. കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ. സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. ഇവരുടെ നേതാവാണ് ലാല ലാൽ സിംഗ്. സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഇ. വി. രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടന്നു. പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഇ. വി. രാമസ്വാമി നായ്ക്കർ ആണ്. സവർണ ജാഥ വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1 നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഡോക്ടർ എം. ഇ. നായിഡു. സത്യാഗ്രഹത്തിൻ്റെ ഫലമായി 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള മറ്റു 3 നിരത്തുകൾ എല്ലാ ജാതി മതസ്ഥർക്കുമായി തുറന്നുകൊടുത്തു. സമരം ഏകദേശം 603 ദിവസം നീണ്ടുനിന്നു. അടുത്തത് ചാന്നാർ ലഹള 1859. മേൽമുണ്ട് സമരം, തോൾശീലൈ സമരം എന്നും അറിയപ്പെടുന്നു. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന സമരം. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺറോ. മദ്രാസ് പ്രസിഡൻസിലെ ഗവർണറായിരുന്ന ചാൾസ് ട്രെവല്യൻ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം നൽകുന്നതിനായി തിരുവിതാംകൂർ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. ഇനി പൗരസമത്വവാദ പ്രക്ഷോഭം നോക്കാം. അവർണ്ണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണിത്. നടന്നത് 1919. പ്രധാന നേതാക്കൾ ടി. കെ. മാധവൻ, എൻ. വി. ജോസഫ്, എ. ജെ. ജോൺ എന്നിവരാണ്. പിന്തുണച്ച പത്രമാണ് എ. കെ. പിള്ളയുടെ സ്വരാഡ് എന്ന പത്രം. 1919 ഒരു പൗരാവകാശ ലീഗ് സ്ഥാപിതമായി. പ്രശ്നപരിഹാരത്തിനായി ലീഗ് സർക്കാരിന് നിവേദനം നൽകുകയും തുടർന്ന് ലാൻഡ് റവന്യൂ വകുപ്പ്, റവന്യൂ, ദേവസ്വം എന്നിങ്ങനെ 2 വകുപ്പുകളായി വിഭജിച്ച് വിവേചനം അവസാനിപ്പിക്കാൻ രാജകീയ വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി നടന്ന പ്രക്ഷോഭം. 1931 വടകരയിൽ നടന്ന KPCC യോഗത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കെ. കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ. കെ. ഗോപാലൻ, പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായത് ടി. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. 1932 സെപ്റ്റംബർ 21 കെ. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. 1932 ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചു. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് കണ്ടോത്ത് 1930 ക്ഷേത്രപ്രവേശനത്തോട് അനുബന്ധിച്ച് നടന്ന ഒരു സമരവും അതിനെ തുടർന്ന് പുറപ്പെട്ട ആക്രമണവുമാണ് കണ്ടോത്ത് ആക്രമണം. 1947 ജൂൺ 12 മദിരാശി സർക്കാരിൻ്റെ ക്ഷേത്രപ്രവേശന ഉടമ്പടിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശനം ലഭിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.